നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ പാക്കിനെ കുറിച്ചാണ്. എത്ര തന്നെ പ്രായം കൂടിക്കഴിഞ്ഞാൽ അതൊന്നും തന്നെ നമ്മുടെ സ്കിന്നിൽ അറിയുന്നത് നമുക്ക് ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ കുറച്ച് നാൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, കൊളാജൻ എന്നുള്ളൊരു പ്രോഡക്റ്റ്. അപ്പോൾ അത് നമുക്ക് ഉള്ളിലേക്ക് ശരീരത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ഞാൻ ഇന്ന് പറയുന്നത് നമുക്ക് പുറമേ നമ്മുടെ സ്കിന്നിന് പുറത്ത് നമുക്ക് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റമാണ്. അപ്പോൾ കൊളാജിൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ തന്നെ ഓടിപ്പോയി ആ വീഡിയോ കൂടി കാണുക. ആ പ്രൊഡക്റ്റോടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിനകത്തും അതുപോലെ തന്നെ പുറത്തും ഒക്കെ ഒരേപോലെ ആൻറ്റി ഏജിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം തന്നെ വീഡിയോസ് ഇഷ്ടമാവുന്നതിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ് ആണ്. ഇപ്പോൾ ക്യാരറ്റിന് ഒരുപാട് യൂസസ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതിപ്പോൾ ശരീരത്തിനകത്ത് കഴിക്കാനായാലും പുറത്തെന്തെങ്കിലും പാക്കായിട്ടൊക്കെ ഇടാനായാലും ഒരുപാട് യൂസസ് ആണ് ക്യാരറ്റിനുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ക്ലീൻ ആക്കി എടുക്കുക. അതിനുശേഷം ഈ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുക്കുക. മാക്സിമം എത്രത്തോളം ചെറുതായിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ചെറുതായിട്ട് അരഞ്ഞിട്ടില്ല, പക്ഷേ കുറച്ചും കൂടി ചെറുതാക്കി കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. അപ്പം ഞാൻ കുറച്ച് തണുത്ത തൈരും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബൗളിൽ ക്യാരറ്റ് അരച്ചതും മറ്റേ ബൗളിൽ തൈരും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ടത് ബ്ലെൻഡ് ആവണം. ഒരു 5 മിനിറ്റോളം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാനും വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുമ്പോഴേക്കും ആ നല്ലൊരു ഓറഞ്ച് കളർ അങ്ങോട്ട് മാറി ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലേക്ക് മാറും. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് തേനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും പ്രോപ്പറായിട്ട് ഇട്ട് കൊടുക്കാൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഭയങ്കരമായിട്ടുള്ള കട്ടിയിലൊന്നും ഇടണമെന്നില്ല കേട്ടോ, ജസ്റ്റ് അപ്ലൈ ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. ഫേസിലും കഴുത്തിലും പ്രോപ്പറായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇത് ഫേസിലും കഴുത്തിലും മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ കയ്യിലിടാം, കാലിലിടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഇടാം. എന്തായാലും ഒരു 10-20 മിനിറ്റ് നമ്മളിത് ഇട്ട് നിൽക്കണം. പിന്നെ ഇതാ ഒരുപാട് മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇട്ട് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ലപോലെ ഡ്രൈ ആയിട്ട് വരും. ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് വിസിബിളി നല്ല രീതിയിൽ ഒരു റിസൾട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ട് സ്കിന്നിൽ ഒരുപാട് ചുളിവുകളൊക്കെ ഉള്ളവർക്ക് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.